എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് 6 mm കട്ടിയുള്ള ഒരു കാസ്റ്റ് അയൺ പ്ലേറ്റിൽ ഫ്ലാറ്റ് പൊസിഷനിൽ ഒരു വി ബട്ട് ജോയിന്റ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. ഒബ്ജക്റ്റീവുകൾ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 1. അരികുകൾ അഥവാ എഡ്ജസ് തയ്യാറാക്കുക. കാസ്റ്റ് അയൺ പ്ലേറ്റുകൾ സെറ്റ് ചെയ്യുക, ടാക്ക് വെൽഡ് ചെയ്യുക. 2. പ്ലേറ്റുകൾ പ്രീ ഹീറ്റും ജോയിന്റുകൾ പോസ്റ്റ് ഹീറ്റും ചെയ്യുക. 3. ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് കറണ്ട് സെറ്റ് ചെയ്യുക. 4. റൂട്ട് റൺ, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റണ്ണുകൾ ക്രാക്ക് ഇല്ലാതെ നിക്ഷേപിക്കുക. 5. ബീഡ് പീൻ ചെയ്ത് ജോയിന്റിൽ നിന്നുള്ള സമ്മർദ്ദം ഒഴിവാക്കുക. 6. ജോയിന്റുകളിൽ വൈകല്യങ്ങൾ അഥവാ ഡിഫക്ട്സ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഈ പ്രവർത്തനം ചെയ്യാൻ ആവശ്യമായ ടൂളുകളും ഉപകരണങ്ങളും ശേഖരിക്കാം. ബെവൽ പ്രൊട്രാക്ടർ, സ്ക്രൈബർ, 150 mm ഉള്ള സി ക്ലാമ്പ്, പോർട്ടബിൾ ഗ്രൈൻഡിംഗ് മെഷീൻ, വെൽഡിംഗ് മെഷീൻ, ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ്, വയർ ബ്രഷ്, ബോൾ പീൻ ഹാമർ, തെർമോചോക്ക്. തന്നിരിക്കുന്ന അളവുകൾക്കനുസരിച്ച് 6 mm കനത്തിൽ 2 കാസ്റ്റ് അയൺ കഷ്ണങ്ങൾ തയ്യാറാക്കുക. ഗ്രൈൻഡിംഗ് അല്ലെങ്കിൽ ഫയൽ ചെയ്തുകൊണ്ട് എഡ്ജസ് 30 ഡിഗ്രി ആംഗിളിലേക്ക് ബെവൽ ചെയ്യുക. 1.5 mm റൂട്ട് ഫേസ് നിലനിർത്തുക. കാസ്റ്റ് അയൺ വർക്ക് പീസിന്റെ എഡ്ജുകൾ 30 ഡിഗ്രി ആംഗിൾ അളക്കാൻ ഒരു പ്രൊട്രാക്ടറോ ആംഗിൾ ഫൈൻഡറോ ഉപയോഗിക്കുക. നിങ്ങൾ ബെവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എഡ്ജിന്റെ മുഴുവൻ നീളത്തിലും ഉള്ള ആംഗിളിന്റെ സ്ഥിരത ഉറപ്പിക്കുക. കാസ്റ്റ് ഇരുമ്പ് പ്രതലത്തിൽ 30 ഡിഗ്രി ആംഗിൾ ലൈൻ അടയാളപ്പെടുത്താൻ ഒരു പെൻസിൽ അല്ലെങ്കിൽ സ്ക്രൈബ് ഉപയോഗിക്കുക. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നത് ശരിയായ വിധത്തിൽ ഗൈഡ് ചെയ്യുന്നതിന് ലൈൻ വ്യക്തമായി കാണപ്പെടുന്നതാക്കുക. കാസ്റ്റ് അയൺ വർക്ക് പീസ് വർക്ക് ബെഞ്ചിൽ സി ക്ലാമ്പിലേക്ക് സുരക്ഷിതമായി ഉറപ്പിക്കുക. ഇത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചലനം തടയുന്നതിന് വേണ്ടിയാണ്. 2 കൈകൾ കൊണ്ടും ബലമായി പിടിച്ചുകൊണ്ട് ആംഗിൾ ഗ്രൈൻഡറിന്റെ പ്രവർത്തനം തുടങ്ങുക. കാസ്റ്റ് അയണിൽ മാർക്ക് ചെയ്തിട്ടുള്ള 30 ഡിഗ്രി ആംഗിൾ ലൈനിന് നേരെ ഗ്രൈൻഡിംഗ് വീൽ പൊസിഷൻ ചെയ്യുക. നിങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ആംഗിളുമായി പൊരുത്തപ്പെടുന്നതിന് ആംഗിൾ ഗ്രൈൻഡർ ടിൽട്ട് ചെയ്യുക. ഈ കേസിൽ അത് 30 ഡിഗ്രി ആണ്. ഗ്രൈൻഡിംഗ് വീലിലേക്ക് മൃദുവും തുല്യവുമായ പ്രഷർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയ ലൈനിലൂടെ അതിനെ മുന്നോട്ട് ചലിപ്പിച്ച് വസ്തുക്കൾ നീക്കം ചെയ്യുക. അമിതമായ മർദ്ദം കാസ്റ്റ് ഇരുമ്പ് അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് വീൽ അമിതമായി ചൂടാകുന്നതിനും കേടാകുന്നതിനും കാരണമായേക്കാവുന്നതിനാൽ ശക്തമായി അമർത്തുന്നത്, പ്രസ് ചെയ്യുന്നത് ഒഴിവാക്കുക. ലോക്കലൈസ്ഡ് ഓവർ ഹീറ്റിംഗ് തടയാൻ ഗ്രൈൻഡറിനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് മൃദുവും ശാന്തവുമായ സ്മൂത്ത് ആൻഡ് ഈവൻ ഒരു ബെവൽ ഉറപ്പുവരുത്തും. ഇടയ്ക്കിടെ ഗ്രൈൻഡിംഗ് നിർത്തി ആവശ്യമായ 30 ഡിഗ്രി ആംഗിളുമായി പൊരുത്തപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ ഒരു പ്രൊട്രാക്ടറോ ആംഗിൾ ഫൈൻഡറോ ഉപയോഗിച്ച് ബെവലിന്റെ പുരോഗതി പരിശോധിക്കുക. കാസ്റ്റ് അയണിന്റെ മറ്റൊരു കഷ്ണത്തിലും ഇത്, അതായത് 30 ഡിഗ്രി ആംഗിളിൽ ഗ്രൈൻഡ് ചെയ്ത് എഡ്ജസ് ബെവൽ ചെയ്യുക. പ്ലേറ്റുകൾ ഫ്ലാറ്റ് പൊസിഷനിൽ അലൈൻമെന്റ് ചെയ്ത് നിർത്തുക. 2.50 mm റൂട്ട് ഗ്യാപ്പും നിലനിർത്തണം. കുറഞ്ഞ ഹൈഡ്രജൻ ടൈപ്പ് E7016 അല്ലെങ്കിൽ E7018 ഇലക്ട്രോഡ് 3.15 mm വലിപ്പം തിരഞ്ഞെടുത്ത് DCEP, അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് പൊളാരിറ്റി ഉപയോഗിക്കുക. അതായത് മെഷീന്റെ പോസിറ്റീവ് ടെർമിനലിനോട് ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്യുക. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക. ഒരു ഓക്സി അസറ്റിലീൻ ടോർച്ച് ഉപയോഗിച്ച് 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ ജോബ് പ്രീ ഹീറ്റ് ചെയ്യുക.
ഒരു തെർമോ ചോക്ക് ഉപയോഗിച്ച് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. പിന്നെ രണ്ടറ്റവും ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ടാക്ക് വെൽഡ് ചെയ്യുക. ടാക്ക് വെൽഡഡ് ജോയിന്റ് ഫ്ലാറ്റ് പൊസിഷനിൽ വയ്ക്കുക. 3.15 mm ലോ ഹൈഡ്രജൻ MS ഇലക്ട്രോഡ് ഉപയോഗിച്ച് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇത് റൂട്ട് പെനിട്രേഷൻ ഉറപ്പാക്കുന്നതാണ്. റൂട്ട് റൺ വൃത്തിയാക്കുക. സ്ലൈറ്റ് വീവിങ്ങും ഡിഗ്ഗിംഗ് മോഷനും ഉപയോഗിച്ച് 2-3 റൺ നിക്ഷേപിക്കുക. എല്ലായിടത്തും മിനിമം ടെമ്പറേച്ചർ അതായത് 200°C നിലനിർത്തുക. ഓരോ റണ്ണിനും ആന്തരിക സമ്മർദ്ദം അതായത് ഇന്റേണൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒഴിവാക്കുക. ആവശ്യമെങ്കിൽ ജോബ് പോസ്റ്റ് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് ഉണങ്ങിയ മണലിലോ ചാരത്തിലോ മൂടി സാവധാനം തണുപ്പിക്കുക. വെൽഡ് വൃത്തിയാക്കുക. വിള്ളലുകൾ, ശരിയായ ഫ്യൂഷൻ എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കുക. മറ്റ് ഉപരിതല വൈകല്യങ്ങൾ സർഫസ് ഡിഫക്ട്സ് ഉണ്ടോ എന്നും പരിശോധിക്കുക. സ്കിൽ സീക്വൻസ്. കാസ്റ്റ് അയൺ പ്ലേറ്റിന്മേൽ സിംഗിൾ V-butt ജോയിന്റ്. ഒബ്ജക്റ്റീവ്: ഒരു കാസ്റ്റ് അയൺ പ്ലേറ്റിൽ ഒരൊറ്റ V-butt ജോയിന്റ് തയ്യാറാക്കാനും വെൽഡ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും. എഡ്ജസ് ബെവൽ ചെയ്യുക. എഡ്ജസ് 30° ആംഗിളിലേക്ക് മെഷീൻ ചെയ്യുകയോ ഫയൽ ചെയ്യുകയോ ചെയ്യുക. റൂട്ട് ഫേസ് 1.5 mm സൂക്ഷിക്കുക. മൂർച്ചയുള്ള അരികുകൾ ഒഴിവാക്കുക. കാരണം ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അവ പൊട്ടിപ്പോയേക്കാം. സെറ്റ് ആൻഡ് ടാക്ക് വെൽഡ്. ജോബ് ഫ്ലാറ്റ് പൊസിഷനിൽ സമാന്തരമായി നിലനിർത്തുക. റൂട്ട് ഗ്യാപ്പ് 2.5 mm നിലനിർത്തുക. ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉപയോഗിച്ച് ജോബിനെ 300°C പ്രീഹീറ്റ് ചെയ്യുക. തെർമോ ചോക്ക് ഉപയോഗിച്ച് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. രണ്ടറ്റത്തും ടാക്ക് വെൽഡ് ചെയ്യുക. റണ്ണുകളുടെ ഡീപൊസിഷൻ. 3.15 mm ഡയമീറ്ററിൽ ഒരു ലോ ഹൈഡ്രജൻ MS ഇലക്ട്രോഡ് തിരഞ്ഞെടുക്കുക. DCEP അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ് ഉപയോഗിച്ച് 130-140 ആംപിയറിൽ കറണ്ട് സജ്ജമാക്കുക. വെൽഡ് ലൈനിലേക്ക് 8° ഇലക്ട്രോഡ് ആംഗിളിൽ മീഡിയം ആർക്ക് ഉപയോഗിച്ച് റൂട്ട് റൺ നിക്ഷേപിക്കുക. വെൽഡിങ്ങിൽ ഷോർട്ട് ആർക്ക് ഒഴിവാക്കുന്നത് ശരിയായ ഫ്യൂഷൻ, മതിയായ പെനട്രേഷൻ, ഗുണനിലവാരമുള്ള വെൽഡ് എന്നിവ ഉറപ്പാക്കാൻ അത്യാവശ്യമാണ്. ഷോർട്ട് ആർക്ക്, ഫ്യൂഷന്റെ അഭാവം, അപൂർണമായ പെനട്രേഷൻ, മോശപ്പെട്ട വെൽഡ് ബീഡ് അപ്പിയറൻസ് മുതലായ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒരു വയർ ബ്രഷ് കൊണ്ട് റൂട്ട് റൺ വൃത്തിയാക്കുക. 3.15 mm ഡയമീറ്റർ ഉള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ച് സ്ലൈറ്റ് വീവിംഗ് മോഷൻ കൊണ്ട് രണ്ടാമത്തത് നിക്ഷേപിക്കുക. ഇലക്ട്രോഡ് ആംഗിൾ വെൽഡ് ലൈനുമായി 80° നിലനിർത്തുക. 80° ആംഗിളിലുള്ള ഈ ഇലക്ട്രോഡ് വെൽഡിന്റെ ലൈനിൽ ചേർത്ത് വയ്ക്കുക. ഒരു ഡിഗ്ഗിംഗ് ആക്ഷൻ കൊണ്ട് ഇലക്ട്രോഡിനെ മൂവ് ചെയ്യുക. ഒരു വയർ ബ്രഷ് കൊണ്ട് രണ്ടാമത്തെ റൺ വൃത്തിയാക്കുക. 3.15 mm ഡയമീറ്റർ ഉള്ള ഇലക്ട്രോഡ് ഉപയോഗിച്ച് സ്ലൈറ്റ് വീവിംഗ് മോഷൻ കൊണ്ട് മൂന്നാമത്തെ റൺ നിക്ഷേപിക്കുക. ഇലക്ട്രോഡ് ആംഗിൾ വെൽഡിന്റെ ലൈനിലേക്ക് 80°യിൽ കീപ്പ് ചെയ്യുക. ഇന്റേണൽ സ്ട്രെസ്സുകൾ നീക്കം ചെയ്യാൻ ഒരു ബോൾ പീൻ ചുറ്റിക ഉപയോഗിച്ച് വെൽഡഡ് ബീഡിനെ പീൻ ചെയ്യുക. ജോബിനെ പ്രീഹീറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് പോസ്റ്റ് ഹീറ്റ് ചെയ്യുക. ഉണങ്ങിയ മണലിലോ ചാരത്തിലോ കീപ്പ് ചെയ്ത് ജോബിനെ മെല്ലെ തണുക്കാൻ അനുവദിക്കുക. ഒരു വയർ ബ്രഷ് കൊണ്ട് വെൽഡ്മെന്റ് വൃത്തിയാക്കുക. ലോ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഉപയോഗം പ്രീ ഹീറ്റിംഗ്, പോസ്റ്റ് ഹീറ്റിംഗ്, പീനിങ്, സ്ലോ കൂളിംഗ് എന്നിവ കാസ്റ്റ് അയൺ ജോയിന്റിൽ വിള്ളലുകൾ ഒഴിവാക്കാൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ്.
വെൽഡുകൾ പരിശോധിക്കുക. വെൽഡ് പരിശോധിച്ച് ശരിയായ ഫ്യൂഷൻ, വിള്ളലുകൾ, മറ്റ് പോരായ്മകൾ എന്നിവ ഉണ്ടോ എന്ന് നോക്കുക. റീക്യാപ്പ്. ഇതുവരെയുള്ള വീഡിയോയിൽ നമ്മൾ എങ്ങനെ എഡ്ജുകൾ പ്രിപ്പയർ ചെയ്യാം, കാസ്റ്റ് അയൺ പ്ലേറ്റുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ ടാക്ക് വെൽഡ് ചെയ്യാം എന്നിവ ചർച്ച ചെയ്തുവല്ലോ. പ്ലേറ്റുകൾ പ്രീഹീറ്റ് ചെയ്യുക, അതുപോലെ ജോയിൻറ്റുകൾ പോസ്റ്റ് ഹീറ്റും ചെയ്യുക. ഇലക്ട്രോഡുകൾ സെലക്ട് ചെയ്ത് കറണ്ട് സെറ്റ് ചെയ്യുക. വിള്ളലുകളില്ലാതെ റൂട്ട് റൺ, രണ്ടാമത്തെ റൺ, മൂന്നാമത്തെ റൺ എന്നിവ ഡെപ്പോസിറ്റ് ചെയ്യുക. ബീഡ് പീൻ ചെയ്യുക വഴി ജോയിൻറ്റിലെ സ്ട്രെസ്സുകൾ ഒഴിവാക്കുക. കൂടാതെ ജോയിൻറ്റുകളിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഇത് കൂടുതൽ പരിശീലനം നടത്തുക. സന്തോഷകരമായ ഒരു പഠനം ആശംസിക്കുന്നു.